ഭയഭക്തി ബഹുമാനം ടൈറ്റിൽ കൊണ്ട് തന്നെ ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള ഒരു സാധനമാണ്. ഞാൻ ഈ പടം കാണാൻ പോകുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം തന്നെ ഈ സിനിമയുടെ എഡിറ്റർ രഞ്ജൻ എബ്രഹാം, പുള്ളിയുടെ ഒരു എഡിറ്റിംഗ് സ്റ്റൈലൊക്കെ ഉണ്ട്, അതെനിക്ക് ഭയങ്കര ഇഷ്ടം. നമ്മുടെ മലയാള സിനിമയിൽ ഭയങ്കര ഇൻഫ്ലുവൻസ് ചെലുത്തിയിട്ടുള്ള കുറേ എഡിറ്റേഴ്സിൽ ഒരാളാണ് അദ്ദേഹം. ഒരു മുൻനിര എഡിറ്ററിൽ ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തെ പറ്റി ഞാൻ കൂടുതലൊന്നും പറയണ്ട, പക്ഷെ ആരും അങ്ങനെ പറയുന്നത് ഞാൻ കേൾക്കാറില്ല. ഈ എഡിറ്റേഴ്സൊക്കെ ഇപ്പോഴാണ് ഒരുപാട് പേര് അറിഞ്ഞു തുടങ്ങുന്നത്. മുമ്പൊക്കെ ഡയറക്ടേഴ്സിനും പിന്നെ നടന്മാർക്കുമാണ് പ്രാധാന്യം, പിന്നെ ഒട്ടുമിക്ക സിനിമകളിൽ റൈറ്റേഴ്സിനും. ബട്ട് ഈ എഡിറ്റേഴ്സിനെ പറ്റി ആരും അങ്ങനെ പറഞ്ഞു കേൾക്കാറില്ല. എഡിറ്റേഴ്സിന് ഭയങ്കര ഒരു പ്രാധാന്യമുണ്ട്. നമ്മുടെ ഈ സിനിമകൾ ചുമ്മാ പോയിരുന്ന് ആർക്കും ഷൂട്ട് ചെയ്ത് വെക്കാം, പക്ഷെ എഡിറ്റിംഗ് എന്ന് പറയുന്നത് വളരെ വലിയൊരു സ്കില്ല് വേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇതിന് ഹൈലി ആൻറ്റിസിപ്പേറ്റഡ് മൂവി ഓഫ് 2025 എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം കാസ്റ്റ്: ദിലീപ്, വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ, ലാലേട്ടൻ ഒരു എക്സ്റ്റെൻഡഡ് ക്യാമിയോ റോളിൽ വരുന്നുണ്ട്. പടം കൊളുത്തു എന്ന് പറഞ്ഞുള്ളതിന് ഒരു മാറ്റവും ഇല്ല. ഞാൻ കുറച്ച് ലേറ്റ് ആയിപ്പോൾ, ഇതിൻ്റെ ഒരു ഗ്ലിംസ് ഇറങ്ങിയിട്ടുണ്ട്. ലെറ്റ്സ് സീ. പലരും പല കാര്യങ്ങളാണ് ഇതൊക്കെ പറയുന്നത്. ഇവരെ തളർത്താൻ എന്താ ഒരു വഴി? പറ്റില്ല. இந்த வாட்டி மிஸ்ஸே ஆகாது. അഴിഞ്ഞാട്ടം തുടങ്ങിയാലോ? അയ്യോ, ലാസ്റ്റ് പറഞ്ഞു കേട്ടോ. അയ്യോ, അത് ആരുടെ സൗണ്ടാ കേട്ടേ? കാര്യങ്ങളാണ് ഇതൊക്കെ പറയുന്നത്. അഴിഞ്ഞാട്ടം തുടങ്ങിയാലോ? ഒന്നും പറയാനില്ല. കാണാം, അത്ര തന്നെ. ഇനി സിനിമ കാണാം, നോ രക്ഷ. ഇപ്പോൾ സിനിമയുടെ റിലീസ് ഡേറ്റ് വന്നിട്ടുണ്ട്, December 18. മേ ബി മാറാതിരിക്കാം. വാട്ട് എവർ ഇറ്റ് ഈസ്, ഒരു ഹൈലി ഫെസ്റ്റിവൽ മൂഡ് തന്നെ ആയിരിക്കും. പടം എന്താവുമെന്ന് കണ്ടറിയണം. അപ്പോൾ ഭയഭക്തി ബഹുമാനം നന്നാവട്ടെ.